ഹലോ. നമ്മൾ മലയാളികളെ എത്രത്തോളം ചിരിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു നടനാണ് ദിലീപ്. അദ്ദേഹത്തിന്റെ സിനിമകൾ എത്രയോ തവണ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ വീണ്ടും വീണ്ടും കണ്ടിരിക്കുന്നു. ഇത്രയധികം റിപ്പീറ്റ് വാല്യുള്ള ചിത്രങ്ങൾ മലയാള സിനിമയിൽ ദിലീപിന്റെ അത്ര മറ്റാരും നേടിയിട്ടില്ലെന്ന് തോന്നുന്നു. വിനോദയാത്ര, പഞ്ചാബി ഹൗസ്, കല്യാണരാമൻ, CID മൂസ, അങ്ങനെ എത്രയെത്ര ചിത്രങ്ങൾ. അന്ന് ദിലീപിന്റെ സിനിമ എന്ന് പറഞ്ഞ് ആവേശം കൊണ്ടിരുന്ന പ്രേക്ഷകർ ഇന്ന് ദിലീപ് ചിത്രങ്ങൾ ചിരി സമ്മാനിക്കുന്നതിൽ തുടരെ പരാജയപ്പെടുന്ന കാഴ്ചയാണ് കാണുന്നത്. ദിലീപിന്റെ രൂപത്തിലും ഭാവത്തിലും വന്ന മാറ്റങ്ങളും പറഞ്ഞു തേഞ്ഞ കോമഡികളും ഈ കാലഘട്ടത്തിന് യോജിക്കാത്ത അവതരണവും ഒക്കെ അതിന് കാരണങ്ങളാണ്. പ്രിൻസ് ആൻഡ് ഫാമിലിയിലേക്ക് വരുമ്പോൾ ഒരു വിഭാഗം പ്രേക്ഷകരെ രസിപ്പിച്ച സിനിമയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി. ഇതിൽ ദിലീപ് വലിയ കോമഡികൾക്കൊന്നും മുതിർന്നിട്ടുമില്ല, അത് മറ്റുള്ളവരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. കൂർക്കം വലി കോമഡിയൊക്കെ ഏത് കാലത്തെ ഉള്ളതാണ്. ദിലീപിന്റെ തന്നെ സ്റ്റൈലിൽ പറഞ്ഞാൽ വേണ്ടായിരുന്നു. എനിക്കെന്റെ ജോണി ആന്റണിയെയും അശ്വിനെയും ഒക്കെ വലിയ ഇഷ്ടമായി. പതിവ് ശൈലിയൊക്കെ ആണെങ്കിലും ആ ഹെയർ സ്റ്റൈലും ഷർട്ടും ഒക്കെയായി ജോണി ആന്റണി നന്നായിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിൽ കുറച്ച് സീനുകൾ ചിരി ഉണർത്തുന്നതാണ്. ധ്യാനിന്റെ കല്യാണം ഉറപ്പിക്കുമ്പോഴുള്ള സീൻ, പിന്നെ ബാങ്ക് ജോലിക്കാരിയുമായുള്ള റെസ്റ്റോറന്റ് സീൻ, ഇതൊക്കെ എനിക്ക് വർക്കായതാണ്. ദിലീപ് ഇതിൽ പഴയ കോമിക്കൽ മാൻഡ്രിസം ഒന്നും പുറത്തെടുത്തിട്ടില്ല. ആളൊരു സീരിയസ് ലെവലിലാണ് പോയിട്ടുള്ളത്. കുടുംബഭാരം പേറി കെട്ടാതെ നിന്നുപോയ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ എത്ര വേണമെങ്കിലും കാണാം. സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ സിനിമ ബഹളമയമായി. അതും ദിലീപ് സ്റ്റൈലിൽ പറഞ്ഞാൽ ഇച്ചിരി ഓവറായോ എന്നൊരു സംശയം. കുടുംബത്ത് നടക്കുന്ന ഒട്ടുമിക്ക കാര്യങ്ങൾ, കാണിക്കാൻ പാടുള്ളതും ഇല്ലാത്തതുമൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ കൊണ്ടാടുന്ന യൂട്യൂബേഴ്സ് ധാരാളമുള്ള കാലമാണിത്. വ്യൂസും റീച്ചും കിട്ടാൻ ഏതറ്റം വരെയും പോകുന്നവർ. എല്ലാവരും അങ്ങനെയാണെന്നല്ല. ദിലീപ് അല്പം സീരിയസ് ആണെങ്കിലും മറ്റു പലരും സെക്കൻഡ് ഹാഫിൽ അഴിഞ്ഞാടിയിട്ടുണ്ട്. അത് കുറച്ചൊക്കെ അരോചകവുമായി. നായിക തന്നെ ഏൽപ്പിച്ച കാര്യങ്ങൾ മോശമില്ലാതെ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് പറയണ്ടല്ലോ, ഒരു ചെറിയ സീനാണെങ്കിലും ഉർവശി അത് ഗംഭീരമാക്കി. പിന്നെ മഞ്ജുപിള്ള, ആ ഒരു ക്യാരക്ടറും മഞ്ജുവിന്റെ പ്രകടനവും ഒന്നും പറയാനില്ല. പിന്നെ നമ്മുടെ ധ്യാൻ, ആ ക്യാരക്ടർ എന്താവശ്യപ്പെടുന്നുവോ അത് തന്നെ ധ്യാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ആവശ്യം കഴിഞ്ഞപ്പോൾ ആ പാവത്തിനെ കാനഡയിലേക്ക് നാട് കടത്തി. സിദ്ദീഖിനും ബിന്ദു പണിക്കർക്കും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ദിലീപിനെ അല്പം സമാധാനിക്കാൻ കഴിയുന്ന സിനിമയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുമല്ലോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനിയും മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.